ആന വെടിക്കെട്ട് മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ചില നിമിഷങ്ങൾ. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പൂരങ്ങളാണ് തൃശൂർ പൂരവും ആറാട്ടുപുഴ പൂരവും. എന്നാൽ ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ തൃശൂർ പൂരത്തെയും മറ്റു പൂരങ്ങളെയും പ്രതിസന്ധിയിലാക്കുമോ? ഈ പൂരം ഞങ്ങൾ വല്ലാണ്ട് മോശമായി, ഞങ്ങൾക്ക് വല്ലാണ്ട് വിഷമമായി. ഞങ്ങളുടെ ബിസിനസ് കൂടി ബാധിക്കുന്ന ഒരു കേസാണത്. അപ്പോൾ ഈ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം നമ്മൾ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഇത് നന്നായി നടത്താനുള്ള എല്ലാ പരിപാടികളും ചാനലുകാരും എല്ലാവരും അതിൻ്റെ മുന്നോടിയായിട്ട് നിൽക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ആനപ്പൂരമാണ് ആനപ്പൂരം വെടിക്കെട്ടും ഇതാണ് നമ്മുടെ നമ്മുടെ പൂരങ്ങൾക്ക് പ്രധാനപ്പെട്ടുള്ളൊരു ഐറ്റമാണത്. അതില്ലെങ്കിൽ പിന്നെ പൂരമില്ല അല്ലേ? അപ്പോൾ ആയതുകൊണ്ട് ഇത് വീണ്ടും നമ്മുടെ ഈ തൃശ്ശൂർ പൂരവും അതുപോലെ മറ്റുള്ള പൂരങ്ങളും ഞങ്ങളുടെ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള പൂരം നെന്മാർ പൂരം അല്ല, പിന്നെ ഉത്രാളിക്കാവ്, പിന്നെ തിരുവിലാമല വേല, അതെല്ലാം വെടിക്കെട്ടിനും ആനപ്പൂരത്തിനും വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു സംഭവമുള്ളത്. അതുകൊണ്ട് ഇത് ശക്തമായിട്ട് ഇതിൻ്റെ ദേവസ്വത്തിൻ്റെ എല്ലാ ഭാരവാഹികളും വളരെ ശക്തമായി അതിൻ്റെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ എം പിമാരും എം എൽ എമാരും എല്ലാവരും ശക്തമായി ഇതിൻ്റെ ഇടപെടൽ നടത്തിക്കൊണ്ട് വീണ്ടും നമ്മളിത് പൂരം നന്നായി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നിങ്ങളെല്ലാവരും ഒരിക്കലും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പൂരമില്ലാണ്ടായ ഒരു 50 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാവും. കാരണം ഇതിൽ ആയിരക്കണക്കിന് ആൾക്കാർ ജോലിക്കാരുണ്ടാവും, ജോലിക്കാരൻ കച്ചവടക്കാർ, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിലേക്ക് വയറ്റായിട്ട് അടിക്കും. പൂരം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. നിങ്ങൾ വരാറുള്ളതാണോ? ഞാൻ പൂരം കണ്ടിട്ടുണ്ട്, കുറെ നാളായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിലൊന്നും ശരിക്കും നടത്തണമെങ്കിൽ അത് കൃത്യമായിട്ട് നടത്തി പോകാം. ഓരോരുത്തർ ഇത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ചെയ്യണ പണിയാകുമ്പോൾ അതൊക്കെ നടക്കും. അതിനു വേണ്ടി കുറെ ആൾക്കാരുണ്ട്. അതാണ് സംഭവം, വേണം. തൃശൂർ പൂരം കഴിഞ്ഞിട്ട് മാസം 7ആയി. ഇനിയും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ തൃശൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു വിവാദം ഉണ്ടായിട്ടുണ്ടാവില്ല. അടുത്ത പൂരം വരെ ഈ വിവാദം തുടരുക തന്നെ ചെയ്യും. ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അടുത്തിടെ വന്ന ഹൈക്കോടതി വിധി ആനപ്രേമികളെയും ഉത്സവപ്രേമികളെയും തെല്ലൊന്നുമല്ല ആശങ്കയിലാക്കിയത്. ഇതിനെ തുടർന്ന് ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഉത്സവങ്ങളും പെരുന്നാൾ ആഘോഷങ്ങളും നിലനിർത്താൻ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തൃശൂരിൽ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവ രക്ഷാസംഗമം നടത്തുകയുണ്ടായി. യോഗത്തിൽ കേരളത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ സമാധാനപരമായി നടക്കുന്ന ഉത്സവങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുക്കണമെന്നും നാട്ടാന സംരക്ഷണ നിയമ ഭേദഗതി ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ദൗർഭാഗ്യകരമായ വിധിയിൽ പൂരപ്രേമികൾ ആശങ്കയിലാണെന്നും നാട്ടാന സംരക്ഷണ നിയമ ഭേദഗതി ബില്ലിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഉത്സവരക്ഷാ സംഗമമെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാറും അറിയിച്ചു. സുരക്ഷിതത്വത്തോടെ നടപ്പാക്കണം, അപകടമുണ്ടാകാതെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കണം. അതിനാരും എതിരല്ല. അതാണ് ഞാൻ നേരത്തെ ഇവിടെ ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളിൽ NGOയ്ക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അഭിപ്രായം പറയാം. പക്ഷേ മറുഭാഗത്തെ കൂടി കേട്ടുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. ഹർജിക്കാരായി പോയവരും അത്തരം വാദമുഖങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ടാണ് ആന ഇത്ര മീറ്റർ ദൂരത്ത് ഒരാനയെ നിർത്തിയാൽ പിന്നെ അതിന് ഇത്ര മീറ്റർ ദൂരത്തിലെ ഒരാനയെ നിർത്താൻ പാടുള്ളൂ. ആനയ്ക്ക് ശബ്ദം അധികം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെണ്ട കൊട്ടുന്നവർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ചെണ്ടക്കാരുടെ ശബ്ദം ആന കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര സൗകര്യം വേണം. കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ജനകീയമായ ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ ജാതി മത ഭേദമന്യേ എല്ലാ ഉത്സവങ്ങളും
രണ്ട് കാരണങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പരമ്പരാഗത കേരളോത്സവങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന അപ്രായോഗിക നിർദ്ദേശങ്ങളാണ് കോടതി വിധിയുടേതെന്ന് തെളിയിക്കുന്നതായിരുന്നു തൃശൂർ തെക്കേ ഗോപുരനടയിലെ ഉത്സവരക്ഷാ സംഗമത്തിലെ തിങ്ങി നിറഞ്ഞ വഞ്ചനാവലി.